ഹായ് വ്യൂവേഴ്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് സ്റ്റേക്കാണ്. ഇഷ്ടമാണോ സ്റ്റേക്ക്? ഇടയ്ക്കൊരു മൂഡ് തോന്നുമ്പോൾ ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ് എൻ്റെ വീട്ടിലേത്. ബീഫ് സ്റ്റേക്കും വെജിറ്റബിൾസും നല്ല ടേസ്റ്റാണ്. ചിലപ്പോഴൊക്കെ ഇത് ബാർബിക്യൂവിൽ വെച്ച് ഉണ്ടാക്കാറുണ്ട്. പക്ഷെ നമ്മുടെ വീട്ടിൽ പാനിലും സീർ ചെയ്ത് ഉണ്ടാക്കാൻ പറ്റും. നല്ല ഫ്ലെയിം ഗ്രിൽഡ് ആ ചാർക്കോൾ എഫക്റ്റ് കിട്ടും നമുക്ക് വീട്ടിൽ. ആ ഫ്ലെയിംസ് കാരണം നല്ല ടേസ്റ്റാണ്. നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. റെസ്റ്റോറൻറ്റിൽ കിട്ടണ ആ ഒരു ടേസ്റ്റ് നമുക്ക് വീട്ടിലും കിട്ടാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം. വളരെ സിമ്പിളാണ് കേട്ടോ. മാരിനേറ്റ് ചെയ്യണം നമുക്ക് ആദ്യം ബീഫ്. ഇവിടെ 250 ഗ്രാംസിൻ്റെ 2 സ്റ്റേക്കാണ് എടുത്തിരിക്കുന്നത്. ഈ വെയിറ്റ് പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടതാണ്. 250 ഗ്രാംസിൻ്റെ തന്നെ ആയിരിക്കണം ഓരോ സ്റ്റേക്കും. രണ്ടും കൂടി 500 ഗ്രാംസ്. ഇതിൻ്റെ വെയിറ്റ് മാറിപ്പോയാൽ ഈ പറയുന്ന മാരിനേറ്റിൻ്റെ അളവ് തെറ്റിയാൽ ഇതിന് ഉപ്പ് കൂടിപ്പോവും. അപ്പോൾ അത് പ്രത്യേകിച്ചും ശ്രദ്ധിക്കണം. 250 ഗ്രാംസിൻ്റെ 2 സ്റ്റേക്കുമിൽ നമ്മൾ 6 വലിയ അല്ലിയുള്ള വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയത് ചേർത്തിട്ടുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂൺ ലൈറ്റ് സോയ് സോസ് മേടിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം 3-4 തരത്തിലുള്ള സോയ് സോസ് ഉണ്ട്. ലൈറ്റ് സോയ് സോസ്, ഡാർക്ക് സോയ് സോസ്, സ്വീറ്റ് സോയ് സോസ്, പിന്നെ ബ്ലാക്ക് സോസ് എന്ന് പറഞ്ഞിട്ട്. ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് ലൈറ്റ് സോയ് സോസാണ്. ഇത് വെള്ളം പോലെ ഇരിക്കും. ഉപ്പാണ് അതിൻ്റെ കൂടുതലും ഫ്ലേവറിങ്. ഡാർക്ക് സോയ് സോസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കട്ടി കൂടുതലും ഉണ്ടാവും, അതിനൊരു മധുരം ഉണ്ടാവും. ഇത് പ്രത്യേകിച്ചും ശ്രദ്ധിക്കണം റെസിപ്പീസൊക്കെ കാണുമ്പോൾ, കാരണം രണ്ടും ഡിഫറെൻ്റ് ആണ്. ഇനി ഒരു ടേബിൾ സ്പൂൺ വോസ്റ്റർഷെയർ സോസ് ആഡ് ചെയ്യുന്നുണ്ട്. ഇത് മിക്ക സ്റ്റേക്ക് ഐറ്റംസിന് ആഡ് ചെയ്യുന്ന ഒരു ഐറ്റമാണ്. പിന്നെ കുറച്ച് ഹോട്ട് സോസ്. ഇത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ഒരുപാട് കൂടുതലാവണ്ട. പിന്നെ 1 ടീസ്പൂൺ ബ്രൗൺ ഷുഗർ ആഡ് ചെയ്യുന്നുണ്ട്. ഞാനിവിടെ ഡാർക്ക് ബ്രൗൺ ഷുഗർ ആണ് ആഡ് ചെയ്യുന്നത്. ലൈറ്റ് ബ്രൗൺ ഷുഗർ ഉണ്ടെങ്കിൽ അത് മതി. 1 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത്. അതിരി തരിയുള്ള കുരുമുളകാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. 1 ടേബിൾ സ്പൂൺ നാരങ്ങനീര്, 1/2 ടേബിൾ സ്പൂൺ ഓലിവ് ഓയിൽ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മാരിനേറ്റ് ഇൻഗ്രീഡിയൻസ്. ഇത് നന്നായി ആ സ്റ്റേക്കുമിൽ പുരട്ടി വെക്കണം. 2 സൈഡിലൊക്കെ നന്നായിട്ട് ആയി കിട്ടണം. ഇനി നമ്മളിത് 8 മണിക്കൂർ, കുറഞ്ഞത് 8 മണിക്കൂർ ഫ്രിഡ്ജിൽ മാരിനേറ്റ് ചെയ്യാൻ പോവാണ്. മൂടി വെച്ചിട്ട് മാരിനേറ്റ് ചെയ്യാം. രാത്രി ഉണ്ടാക്കാൻ പോവുകയാണെങ്കിൽ ഞാൻ രാവിലെ മാരിനേറ്റ് ചെയ്ത് വെക്കാറുണ്ട്. പിന്നെ നമ്മളത് കുക്ക് ചെയ്യുന്നതിന് ഒരു 1/2 മണിക്കൂർ മുമ്പെങ്കിലും പുറത്തെടുത്ത് വെക്കണം. തണുപ്പോടുകൂടി അടുപ്പത്ത് വെക്കരുത്. ഇനി നമുക്ക് ആ സ്റ്റേക്ക് ഉണ്ടാക്കുന്നതിന് മുമ്പ് ഇതിനാവശ്യമുള്ള കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ഉണ്ടാക്കാം. ഇതിന് യൂസ് ചെയ്യുന്നത് പൊട്ടാറ്റോ, ക്യാരറ്റ്, ബ്രോക്കലി, ക്യാപ്സിക്കം, പിന്നെ മഞ്ഞ സവാള. ഇതൊക്കെയാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ഒരു 1/4 കപ്പ് എണ്ണ ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കൊത്തി അരിഞ്ഞ വെളുത്തുള്ളി ആഡ് ചെയ്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ആ നല്ലൊരു മണം കിട്ടുമ്പോൾ തന്നെ നമുക്ക് ഒരു 2-3 പൊട്ടാറ്റോസ് സ്ലൈസ് ചെയ്തതും 2 വലിയ ക്യാരറ്റ് സ്ലൈസ് ചെയ്തതും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഇനിയൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ്. ഫുൾ കുക്ക് ചെയ്യണില്ല, കാരണം ബാക്കി നമ്മൾ ഓവനിൽ വെച്ചാണ് കുക്ക് ചെയ്യാൻ പോണത്. ഇതൊന്ന് ബ്രൗൺ ആയി, അതിൻ്റെ റിമ്മൊക്കെ ഒന്ന് ബ്രൗൺ ആയി വരുമ്പോൾ നമുക്ക് ഇത് ഓവൻ ഡിഷിലേക്ക് മാറ്റിയിട്ട് ബേക്ക് ചെയ്യാം. ഉപ്പ് പാകത്തിന് ഇട്ട് കൊടുക്കുക. നമ്മുടെ ഓവൻ 200 ഡിഗ്രി സെൽഷ്യസ് പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ട്. പാനിലുള്ള എണ്ണയിൽ നിന്ന് അത് കോരി മാറ്റാം. അപ്പോൾ ഇത് നമ്മുടെ ഓവൻ ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിനിയൊരു 20 മുതൽ 30 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കാം. ആ പൊട്ടാറ്റോസ് ടെൻഡർ സോഫ്റ്റ് ആവണ വരെ. ഇനി പാനിലുള്ള ബാക്കി എണ്ണയിൽ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന
മഞ്ഞ സവാള അല്ലെങ്കിൽ വൈറ്റ് സവാളയാണ് ഇതിന് യൂസ് ചെയ്യുന്നത്. വൈറ്റ് ഓണിയൻ, യെല്ലോ ഓണിയൻ ഒക്കെ കാണുന്നത്. നമ്മുടെ സാധാരണ റെഡ് സവാള ഇതിനത്രയ്ക്കും ചേരില്ല, എന്നാലും അതുള്ളെങ്കിൽ അത് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാനിവിടെ ഒരു 2 സവാളയും ഒരു വലിയ ക്യാപ്സിക്കം സ്ക്വയർ സൈസ് പീസസ് ആക്കിയിട്ടാണ് ഇത് ഈ എണ്ണയിലേക്ക് ഇട്ടിട്ട് വളരെ കുറച്ച് നേരം ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. സവാള ഒന്ന് വഴറ്റി കിട്ടും, ഒന്ന് സോഫ്റ്റ്, അതുപോലെ ആ ക്യാപ്സിക്കം ഒന്ന് സോഫ്റ്റ് ആവും, പക്ഷെ കുറച്ച് ക്രഞ്ചി ആയിട്ട് തന്നെ നിൽക്കണം. അപ്പോൾ അതും മാറ്റി വയ്ക്കാം വേഗം. കൂടുതൽ ഓവർ കുക്ക്ഡ് ആവണ്ട. ഇനി എണ്ണ പോരെങ്കിൽ ഒരു ശകലം ആഡ് ചെയ്തതിന് ശേഷം 1 ടീസ്പൂൺ കൊത്തിയരിഞ്ഞ വെളുത്തുള്ളി ആഡ് ചെയ്യാം. ഇതിലേക്ക് ഇനി നമ്മൾ 1 മിനിറ്റ് സ്റ്റീം ചെയ്ത ബ്രോക്കലിയുടെ പീസസ് നമ്മൾ ചേർത്തിടാൻ പോവുകയാണ്. ഇത് ഞാൻ 1 മിനിറ്റ് സ്റ്റീം ചെയ്ത് ഒന്ന് സോഫ്റ്റായ ബ്രോക്കലിയാണ് കേട്ടോ. സ്റ്റീം ചെയ്തതാണ്, ബോയിൽ ചെയ്തതല്ല. അതും കൂടി ചേർത്ത് ഒന്ന് പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഫ്രൈ ചെയ്യുമ്പോൾ 1-2 ടേബിൾ സ്പൂൺ ഓയിസ്റ്റർ സോസ് ആഡ് ചെയ്യുന്നുണ്ട്. ഓയിസ്റ്റർ സോസ് ബ്രോക്കലിക്ക് നന്നായി ചേരുന്ന ഒരു കോണ്ടിമെൻ്റ് ആണ്. അങ്ങനെ അതും റെഡിയായി, അത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അരമണിക്കൂർ ഫ്രിഡ്ജിൽ നിന്ന് മാറ്റി വെച്ച് തണുപ്പ് മാറിയ സ്റ്റേക്ക് റെഡിയാക്കാം. ഒരു പാൻ എടുത്തിട്ടുണ്ട്, അതിൽ ഒരു ലെയർ എണ്ണ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് എണ്ണ വേണ്ട. ചൂടായതിന് ശേഷം നമുക്ക് നമ്മുടെ സ്റ്റേക്ക് ആ മാരിനേറ്റിൽ നിന്ന് എടുത്തിട്ട് ഇതിലേക്ക് വെക്കാം. ഒന്ന് സീറായി ഇതിൽ നിന്നുള്ള വെള്ളം ഒന്ന് ഇറങ്ങി തുടങ്ങുമ്പോൾ നമുക്കിത് മൂടി വയ്ക്കാം. നല്ലൊരു ടൈറ്റ് മൂടി വേണം, പക്ഷേ കുറച്ച് സ്റ്റീം പോകാനുള്ള ഓട്ട വല്ലതുമുള്ള മൂടിയാണ് നല്ലത്. ഇതുപോലെ ഇനി നമുക്കത് മൂടി വെച്ചിട്ട് ഒരു മീഡിയം തീയിൽ വെച്ചിട്ട് ഇത് കുക്ക് ചെയ്യണം. ഒരു 1 മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ നമുക്ക് ഒന്ന് തുറന്ന് ഇതൊന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇനി സൈഡ് മറിച്ച് കൊടുക്കണം. ബീഫ് സ്റ്റേക്ക് ആകുമ്പോൾ നമ്മുടെ പാകത്തിന് വെന്ത് കിട്ടാൻ കുറച്ച് സമയം എടുക്കും. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സൈഡ് മറിച്ചതിന് ശേഷം ആ ബാക്കി നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ യൂസ് ചെയ്ത ലിക്വിഡ് കുറച്ച് ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാം. മുഴുവനല്ല, ഓരോ പീസിൻ്റെ മുകളിൽ കുറച്ച് ഒഴിച്ചതിന് ശേഷം പിന്നെയും മൂടി വെച്ച് ആ മാരിനേറ്റ് ഇതുപോലെ ഇങ്ങനെ റിഡ്യൂസായി കട്ടി വെച്ച് ഇങ്ങനെ കാരമലൈസായി അതിൻ്റെ ആ ഡാർക്ക് കളർ ഒരു സിറപ്പ് പോലെ ആവുന്നത് വരെ കുക്ക് ചെയ്യണം. അങ്ങനെ പിന്നെയും തുറന്ന് നമുക്കിതൊന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുറച്ച് ഫ്ലെയിംസ് കിട്ടും നമുക്ക്. ഈ ഫ്ലെയിം ഗ്രില്ല് ചെയ്യുമ്പോൾ നമ്മുടെ സ്റ്റേക്കിന് നല്ലൊരു മണവും നല്ലൊരു ടേസ്റ്റും കൂടും. സ്റ്റേക്ക് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ മണം ശ്രദ്ധിക്കണം. നമുക്ക് മനസ്സിലാവും ആ മണം കേൾക്കുമ്പോൾ. അതനുസരിച്ച് തീ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യണം. അങ്ങനെ ആ മാരിനേറ്റൊക്കെ നന്നായി പോയതിന് ശേഷം നമുക്ക് പിന്നെയും ബൗളിൽ ഉള്ള ആ മാരിനേറ്റിംഗ് ലിക്വിഡ് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. പിന്നെയും അതുപോലെ തന്നെ മൂടി വെച്ച് കുക്ക് ചെയ്യാം. ഇതുപോലെ ഒരു 1-2 പ്രാവശ്യം കൂടി ചെയ്യേണ്ടി വരും നമ്മുടെ സ്റ്റേക്ക് നമ്മുടെ പാകത്തിന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ പലർക്കും പല വേവാണ് ഇഷ്ടം. നമ്മുടെ വെസ്റ്റേൺ കൺട്രീസിലൊക്കെ വേവ് കുറവാണ് ഇഷ്ടം, മീഡിയം റെയർ എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് ഇഷ്ടമാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ നമ്മുടെ ആൾക്കാർക്കൊക്കെ കുറച്ചും കൂടി വെൽ ഡൺ ആയിരിക്കും താല്പര്യം. ഞാനിപ്പോൾ നല്ല വെൽ ഡൺ ആക്കിയിട്ടാണ് എടുക്കുന്നത്.
നമ്മുടെ സ്റ്റേക്ക് തൊട്ടാലും അറിയാം നമ്മുടെ പാകത്തിന് ആയിട്ടുണ്ടോയെന്ന്. പിന്നെ സ്റ്റേക്ക് ഉണ്ടാക്കുമ്പോൾ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇത് ആയൊന്ന് നോക്കാൻ വേണ്ടി ഇത് കട്ട് ചെയ്യരുത്. കാരണം സ്റ്റേക്ക് കുക്കായതിന് ശേഷം ഒരു 10 മിനിറ്റ് ഇരിക്കാതെ അത് കട്ട് ചെയ്യാൻ പാടില്ല. നമ്മുടെ സ്റ്റേക്കിൻ്റെ ഉള്ളിലത്തെ ജ്യൂസസ് ഒക്കെ പുറത്തേക്ക് പോയത് ഡ്രൈ ആയി പോകും. എൻ്റെ സ്റ്റേക്ക് കുറച്ചും കൂടി ആവാനുണ്ട്. അപ്പോൾ ലാസ്റ്റ് ഒരു പ്രാവശ്യം ഞാൻ ഈ മാരിനേറ്റ് ഒഴിക്കുകയാണ്. പിന്നെയും ഈ ഫ്ലെയിംസ് വെച്ചിട്ട് ഒന്ന് ഗ്രില്ല് ചെയ്യുന്നുണ്ട്. നല്ലൊരു മണം വരുന്നുണ്ട് ഇപ്പം. സ്റ്റേക്സ് ആയതിനു ശേഷം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 10 മിനിറ്റ് എങ്കിലും അത് മാറ്റി വെക്കണം, കട്ട് ചെയ്യരുത് അതിനു മുമ്പ്. ഇനി നമുക്ക് സ്റ്റേക്കുമ്മ പറ്റാനുള്ള സ്റ്റേക്ക് സോസ് ഉണ്ടാക്കാം എളുപ്പത്തിൽ. ഇതിന് ടൊമാറ്റോ പ്യൂറേ, വെളുത്തുള്ളി, കുറച്ച് കെച്ചപ്പ്, കോൺഫ്ലവറും വെള്ളവും വേണം. എണ്ണ ചൂടാക്കി അതിൽ കുറച്ച് വെളുത്തുള്ളി നന്നായി ഗോൾഡൻ ആകുമ്പോൾ നമുക്ക് ടൊമാറ്റോ പ്യൂറേ ഒഴിക്കാം. ടൊമാറ്റോ പ്യൂറേ ഒന്ന് കട്ടിയായി വരുമ്പോൾ നമുക്കതിൽ കെച്ചപ്പ് ആഡ് ചെയ്യാം. കെച്ചപ്പ് ആഡ് ചെയ്യുന്നത് നമ്മുടെ ടൊമാറ്റോ പ്യൂറേൻ്റെ ആ പുളിപ്പ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉണ്ടാക്കാം. ഈ സോസ് ഒന്ന് കട്ടിയായ എണ്ണ ഒക്കെ തെളിഞ്ഞ് വരുമ്പോൾ കോൺഫ്ലവർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് ഉണ്ടാക്കിയ മിക്സ്ചർ ആഡ് ചെയ്യാം. ഇത് കട്ടി വെക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു 1/2 കപ്പ് വെള്ളത്തിൽ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ മിക്സ് ചെയ്തതാണ് ചേർത്തത്. ഇതിലേക്ക് ഉപ്പും കുരുമുളകും ടേസ്റ്റിനനുസരിച്ച് ആഡ് ചെയ്യാം. ഇനി ഇതൊന്ന് കുക്ക് ചെയ്ത് ഇളക്കി ആ കോൺഫ്ലവർ കാരണം ഈ സോസ് ഒന്ന് കട്ടി വെച്ച് തിക്കാവുമ്പോൾ നമുക്കിത് ഇറക്കി മാറ്റാം. ഇതുപോലെ ഒരു കട്ടിയാവണം. അപ്പോൾ നമ്മുടെ സ്റ്റേക്കും വെജിറ്റബിൾസും ഒക്കെ റെഡിയാണ്. 10 മിനിറ്റ് ഇരുന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിൻ്റെ മേലെ ഈ സോസ് ഒന്ന് പറ്റി കൊടുത്തിട്ട് നമുക്ക് സെർവ് ചെയ്യാം. നല്ല ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യണം. അപ്പോൾ ഇതാണ് വീട്ടിലുണ്ടാക്കാൻ പറ്റിയ എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന സ്റ്റേക്ക് ആൻഡ് വെജിറ്റബിൾസ്. ഇടയ്ക്കൊരു ചേഞ്ചിന്. ബീഫ് കഴിക്കാത്തവർക്ക് അടുത്ത വീഡിയോയിൽ വല്ലതും ഉണ്ടാവും കേട്ടോ, പ്രോമിസ്. അപ്പോൾ അടുത്ത പ്രാവശ്യം നല്ല റെസിപ്പി ആയിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ ഫ്രം ഷാന.